ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിനീസ് എഡ്യൂക്കേർ. നിങ്ങളിലെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം വിസ്താസ് എന്ന ബുക്കിലത്തെ തേർഡ് ലെസണായ ജേർണി ടു ദി എൻഡ് ഓഫ് ദി എർത്തുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് തിഷാനി ദോഷിയാണ്. ഷീ ഈസ് എ വെരി യങ് പോയറ്റ് കം റൈറ്റർ കം ഡാൻസർ ആൻഡ് ഷീ ഹാപ്പൻ ടു ഗോ ടു അന്റാർട്ടിക്ക ആൻഡ് അവിടെ എത്തിപ്പെട്ടതും അവിടെ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലെസണിലൂടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബിഫോർ യു റീഡിൽ ആൾ പറയുന്നത്, ഇഫ് യു വോണ്ട് ടു നോ മോർ അബൌട്ട് ദി പ്ലാനറ്റ്സ് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ദി അന്റാർട്ടിക്ക ഈസ് ദി പ്ലേസ് ടു ഗോ ടു ബോൺ വോയേജ്. സോ ഷീ ഈസ് സെയിങ് ദാറ്റ് നമ്മുടെ ഈ പ്ലാനറ്റ് എർത്തിനെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. അവിടെ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാനറ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. Let me just explain certain words which have been used, geographical words which have been used in this particular lesson. Equator, നമുക്കറിയാലോ. ഇക്വേറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഹിസ്റ്ററി, സിവിക്സ്, ജോഗ്രഫിയിലൊക്കെ. സോ അതൊരു ടൈം സോൺ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. We don't have to much bother about the time zones that have been shown here. It is just the way the writer has written it to be specific. Okay, then I think supercontinent, amalgamated southern supercontinent Gondwana, ഈ ഒരു ടേം ഞാൻ വിത്ത് പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Then we have the term Cordilleran Folds and Precambrian. So Cordilleran Folds എന്ന് ഉദ്ദേശിക്കുന്നത് the oldest range of mountains that can be seen in Antarctica. And Precambrian, Cambrian ഇരയുടെ മുമ്പേ രൂപപ്പെട്ടിട്ടുള്ള ഗ്രെനൈറ്റ് ഷീൽഡ്സിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇൻ യുവർ പാസ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള ആ സെക്ഷനിലെ സെക്കൻഡ് പാരഗ്രാഫിലാണ് ഈ രണ്ട് ടേംസ് വരുന്നത്. Evolution and extinction, you know, I need not explain that. Earlier this year, I found myself aboard a Russian research vessel, the academic Shikolsky, heading towards the coldest, driest, windiest continent in the world, Antarctica. My journey began 13.09 degrees north of the equator in Madras and involved crossing 9 time zones, 6 checkpoints, 3 bodies of water and at least as many ecospheres. So മദ്രാസിൽ നിന്നാണ് ജേർണി തുടങ്ങിയത്. കപ്പലിലായിരുന്നു. കപ്പലിൻ്റെ പേര് അക്കാഡമിക് ഷിക്കോൾസ്കിയ. Then she is saying that she crossed almost 3 oceans. She crossed 9 time zones, 6 checkpoints and many ecospheres. ഇത്രയും കാര്യങ്ങൾ ക്രോസ് ചെയ്തിട്ട് 100 hours-ൻ്റെ ഒരു ജേർണിയാണ് ആൾ കവർ ചെയ്തത്. By the time I actually set foot on the Antarctica continent, I had been traveling over 100 hours in combination of a car, an aeroplane and a ship. So my first emotion on facing Antarctica's expansive white landscape and uninterrupted blue horizon was relief, followed up with an immediate and profound wonder at its immensity, its isolation, but mainly at how there could ever have been a time when India and Antarctica were part of the same landmass. അപ്പം 100 മണിക്കൂറിലത്തെ ഈ ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ അന്റാർട്ടിക്കയിലെത്തിയപ്പോൾ അവിടെ കാല് കുത്തിയ ആ നിമിഷം എനിക്ക് ഒരു റിലീഫ്, അതിൻ്റെ ഒപ്പം തന്നെ അത്ഭുതമായിരുന്നു. ഇത്രയും വിശാലമായി എക്സ്പാൻസീവായിട്ട് ഇങ്ങനെ വിടർന്ന് കിടക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ്, അൺഇൻറ്ററപ്റ്റഡ് ബ്ലൂ ഹൊറൈസൺ. അതായത് ഹൊറൈസൺ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഭൂമിയും സൂര്യനും കൂടി ഒരുമിച്ച് കൂട്ടിമുട്ടുന്നു എന്ന് തോന്നിക്കുന്ന ആ ഒരു പ്രതീതിയാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു അൺഇൻറ്ററപ്റ്റഡ്, ഒരു ഇൻറ്ററപ്ഷനും ഇല്ലാത്ത ഒരു ഹൊറൈസൺ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് ബ്ലൂ ഇൻ കളർ ആൻഡ് ദാറ്റ് ബ്രോട്ട് എ റിലീഫ് ഇൻ മൈ മൈൻഡ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഐ വാസ് വണ്ടറിങ് how should I believe that this was a part of India once upon a time. ഇന്ത്യയും അന്റാർട്ടിക്കയും ഒരുമിച്ച് ഒരു ഭൂഖണ്ഡം പോലെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഒരു വണ്ടർ തോന്നുന്നു എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. Now എന്തുകൊണ്ടാണ് ആളിങ്ങനെ പറയുന്നതെന്നുള്ളതാണ് പാർട്ട് ഓഫ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാൻ പോണത്. ഓക്കെ, 650 million years ago, a giant amalgamated southern supercontinent, Gondwana, did indeed exist, centered roughly around the present-day Antarctica.
അതാണിപ്പോൾ ഈ ഒരു 3 ഗ്ലോബിൻ്റെ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിൽ കണ്ടാൽ നമുക്കറിയാം അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, യുറേഷ്യ, ഇതെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് കിടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ലോലി വാട്ട് ഹാപ്പൻഡ്, ഡ്രിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പല രീതിയിലുള്ള ഡ്രിഫ്റ്റിംഗ് സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പിക്ചറിൽ കാണാൻ കഴിയും. സ്ലോലി നോർത്ത് അമേരിക്ക മുകളിലോട്ട് മാറാൻ തുടങ്ങി. അതിൻ്റെ പിന്നാലെ തന്നെ തേർഡ് പിക്ചറിലോട്ട് വരുമ്പോഴത്തേനും നമ്മളുടെ മോഡേൺ രൂപത്തിലുള്ള ഇപ്പോഴത്തെ ഗ്ലോബ് എന്താണോ ആ ഒരു പൊസിഷനിലെത്തി. ഇതിനകത്ത് കാണാം ഫസ്റ്റിൽ ഇന്ത്യയും എല്ലാം ഒരുമിച്ചായിരുന്നു, ലാസ്റ്റിൽ വന്നപ്പോഴത്തേനും എല്ലാം സെപ്പറേറ്റഡ് ആയി. ബട്ട് അന്റാർട്ടിക്ക കുറച്ച് മുകളിൽ കിടന്നിരുന്ന അന്റാർട്ടിക്ക സൗത്ത് പോളിലോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ ആ കോൾഡ് റീജിയനിൽ അന്റാർട്ടിക്ക മാത്രം ഐസൊലേറ്റഡ് ആയി കിടക്കുകയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞത് ആ അമാൽഗമേഷൻ ഓഫ് സദേൺ സൂപ്പർ കോണ്ടിനെൻറ്റ് ഗോണ്ട്വാന എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. Things were quite different then. Humans hadn't arrived on the global scene, and the climate was much warmer, hosting a huge variety of flora and fauna. For 500 million years, Gondwana thrived, but around the time when the dinosaurs were wiped out and the age of the mammals got underway, the landmass was forced to separate into countries, shaping the globe much as we know it today. So, ഗോണ്ട്വാന എന്നൊരു ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയി കിടന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, ഫ്ലോറ ആൻഡ് ഫോന ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ മനുഷ്യർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് after 500 million years it was thriving, it was celebrating itself. 500 മില്യൺ കാലം കഴിഞ്ഞപ്പോൾ എന്തായി? മനുഷ്യരുടെ വരവായി. ഡൈനോസേഴ്സൊക്കെ എക്സ്റ്റിങ്ക്റ്റായി, മനുഷ്യരുടെ വരവായി. മനുഷ്യർ അത് മാമൽസ് എന്നുള്ളത്, അതായത് കുഞ്ഞുങ്ങളെ ജന്മം നൽകുന്ന എല്ലാ വർഗത്തിനെയും നമ്മൾ മാമൽസ് എന്ന് പറയും, ഹ്യൂമൻസ് ഉൾപ്പെടെ. സോ വൺസ് മാമൽ ഗോട്ട് അണ്ടർ വേ, അവരുടെ വരവ് ആയതോടുകൂടി കാലാവസ്ഥയിലും നമ്മുടെ ഭൂമിയിലും മാറ്റങ്ങളുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലോട്ട്, നോർത്തേൺ സൈഡിലോട്ടും സദേൺ സൈഡിലോട്ടും ഒക്കെ മൂവ്മെൻറ്റ് തുടങ്ങി. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഗ്ലോബ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ എത്തിപ്പെട്ടു. To visit Antarctica now is to be a part of that history, to get a grasp of where we have come from and where we could possibly be heading. അന്റാർട്ടിക്കയിൽ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹിസ്റ്ററിയെ കൂടുതൽ നന്നായി മനസ്സിലാവുന്നു. നമ്മൾ എവിടെ നിന്ന് വന്നു, ഇനിയും നമ്മുടെ ഭാവി എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ഊഹം എനിക്ക് കിട്ടും എന്നാണ് റൈറ്റർ പറയുന്നത്. ഇറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോർഡിനൽ ഫോൾസ് ആൻഡ് പ്രീ-കാംബ്രിയൻ ഗ്രാനൈറ്റ് ഷീൽഡ്സ്, ഓസോൺ ആൻഡ് കാർബൺ, evolution and extinction. When you think about all that can happen in a million years, it can get pretty mind-boggling. Imagine India pushing northwards, jamming against Asia to bucket its crust and form the Himalayas. South America drifting off to join North America, opening up the Drake Passage to create a cold circumpolar current, keeping Antarctica frigid, desolate, and at the bottom of the world. സോ ഇവിടെ പറയുന്നത് ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വൺസ് വി സ്റ്റാൻഡ് ഹിയർ ഇൻ അന്റാർട്ടിക്ക വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോർഡിലറൻ ഫോൾഡ്സ് ആൻഡ് പ്രീ-കംബേറിയൻ ഗ്രാനൈറ്റ് ഷീൽഡ്സ്, ഓസോൺ ആൻഡ് കാർബൺസ്. ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് അന്റാർട്ടിക്കയിൽ നിന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എവല്യൂഷനും പല രീതിയിലുള്ള എക്സ്റ്റൻഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അന്റാർട്ടിക്കയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. വെൻ യു തിങ്ക് അബൌട്ട് ഓൾ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എ മില്യൺ ഇയേഴ്സ്, 1 മില്യൺ ഇയേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ നടന്നിരുന്നേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് വല്ലാണ്ട്
സർപ്രൈസ്ഡ് ആവുന്നു. ഇന്ത്യയും ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ അത്ഭുതം തോന്നുന്നത്. ഇന്ത്യ പതുക്കെ പതുക്കെ നോർത്ത് വേർഡ്സിലോട്ട് മൂവായി അത് ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ പോയി മുട്ടുമ്പോൾ ആ മുട്ടിയതിൻ്റെ ഒരു ഫോഴ്സ് കാരണമാണ് ക്രസ്റ്റ് ഫോം ചെയ്ത് നമ്മുടെ ഹിമാലയാസ് രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സൗത്ത് അമേരിക്ക ഡ്രിഫ്റ്റ് ചെയ്ത് നോർത്ത് അമേരിക്കയിലോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഈ കോണ്ടിനെൻറ്റ്സ് ഒക്കെ മുകളിലോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ അന്റാർട്ടിക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദേൺ പോളിലോട്ട് നീങ്ങി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ഡ്രേക്ക് പാസേജ് ഉണ്ടായി. ആ ഡ്രേക്ക് പാസേജാണ് കോൾഡ് കറണ്ട് അല്ലെങ്കിൽ കോൾഡ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അന്റാർട്ടിക്കേനെ ഇത്രയ്ക്ക് തണുപ്പുള്ള ഒരു പ്രദേശമാക്കി മാറ്റുന്നത്. ഓക്കെ, അന്റാർട്ടിക്ക എന്ന് പറയുന്ന ആ കോണ്ടിനെൻ്റ് ചുറ്റും സർക്കുലർ ഫോഴ്സിലാണ് ഈ സർക്കംപോളർ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോൾഡ് സർക്കംപോളർ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കീപ്പിംഗ് അന്റാർട്ടിക്ക ഫ്രിജിഡ് ആൻഡ് ഡിസോലേറ്റ് at the bottom of the world. So it can be called as the end of the world physically, and end of the world എന്ന് പറയുന്നത് physically as well as metaphorically നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. For a sun worshipping South Indian like myself, 2 weeks in a place where 90% of the Earth's total ice volumes are stored is a chilling prospect, not just for circulatory and metabolic functions but also for the imagination. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും പോയി എനിക്ക് 2 ആഴ്ച ചുറ്റും ഐസ് മാത്രം കണ്ട് നിൽക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ എനിക്കത് ഒരു 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 ചില്ലിങ് അനുഭവമായിരുന്നു. ചില്ലിങ് ഇൻ ദ സെൻസ് തണുപ്പുള്ളതും മാനസികമായിട്ടുള്ളതും. ഓക്കെ, ബോഡി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതിലും കൂടുതൽ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും അല്ലെങ്കിൽ ഇവിടെ എനിക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഇമാജിനേഷനായിരുന്നു എന്നെ കൂടുതൽ ചില്ല് ഉണർത്തിയത്. ഇറ്റ്സ് ലൈക്ക് വാക്കിംഗ് ഇൻ ടു എ ജയൻറ്റ് പിങ് പോങ് ball devoid of any human markers, no trees, billboards, buildings. അതായത് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്ന ഒരു സീനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് ഒരു ബോളിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കുന്ന പോലെയായിരുന്നു എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം പരസ്യത്തിൻ്റെ ബോർഡുകളില്ല, വലിയ വലിയ ബിൽഡിങ്സ് ഇല്ല, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും കാണിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്സും ഇല്ല. യു ലൂസ് ഓൾ എർത്ത്ലി സെൻസ് ഓഫ് പെർസ്പെക്റ്റീവ് ആൻഡ് ടൈം ഹിയർ. നമ്മൾ സാധാരണ ജീവിച്ചിരുന്ന ആ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ സമയത്തെ പറ്റിയുള്ളൊരു ചിന്ത, നമ്മളുടെ വേറെ കാഴ്ചപ്പാട് ഒക്കെ ഇവിടെ വരുമ്പോൾ മാറിപ്പോകും. The visual scale ranges from the microscopic to the mighty midges and mites to blue whales and icebergs as big as countries. The largest recorded was the size of Belgium. So ഇവിടെ കുഞ്ഞു ചെറിയ ജീവികളെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വലിയ ബ്ലൂ വെയിൽസിനെയും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയ ഐസ്ബർഗ്സ്, ആൻഡ് ഏറ്റവും വലിയ ഐസ്ബർഗ് ഏത് കൺട്രിയുടെ സൈസിലുള്ളതായിരുന്നു എന്നാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കുന്നത്? ബെൽജിയത്തിൻ്റെ സൈസ്. സോ അത്രയും ഹ്യൂജ് ഐസ്ബർഗ്സും ഇവിടെ കാണാൻ സാധിക്കും. കുഞ്ഞു ജീവജന്തുക്കളും വലിയ ആനിമൽസ് പ്ലസ് ഹ്യൂജ് ഐസ്ബർഗ്സ് ലൈക്ക് big countries can be seen here. Days go on and on the surreal 24-hour austral summer light and the ubiquitous silence, uninterrupted only for the occasional avalanche or calving ice sheet, consecrates the place. So 24 hours, അതായത് 6 months പകലും 6 months രാത്രിയുമാണെന്നാണ് പറയപ്പെടുന്നത് അന്റാർട്ടിക്കയിൽ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം എന്താണെന്നോ സമയം എത്ര ആയെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ബിക്കോസ് ഫുൾ ടൈം ഫോർ 6 months ഇറ്റ്സ് ഓൾവേസ് ഡേ ടൈം there. Okay, so days go on and on in surreal 24 austral summer light. ആ 6 months സമ്മർ സീസണാണ്. അപ്പോൾ ആ സമ്മർ ലൈറ്റ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര സൈലൻസ് ആവും, എക്സ്ട്രീംലി സൈലൻ്റ് ആവും. ആ സൈലൻസിനെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഒക്കേഷനിലായിട്ട് ഉണ്ടാകുന്ന ഒരു നമ്മളുടെ ഐസിൻ്റെ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐസ് കട്ട അല്ലെങ്കിൽ ഐസ്
ഐസ് ഹിൽ പൊട്ടി വീഴുന്ന ശബ്ദമോ ഒക്കെ ആയിരിക്കും അവിടെ ഒരു ഇൻറ്ററപ്ഷൻ ഉണ്ടാക്കുന്നത്. Okay, it's an immersion that will force you to place yourself in the context of the Earth's geological history, and for humans and prognosis isn't good. Now the writer is talking about the human impact. Human civilizations have been around for partly 12,000 years, barely a few seconds on the geological clock. In that short amount of time, we have managed to create quite a ruckus, etching our dominance over nature with our villages, towns, cities, megacities. The rapid increase of human populations has left us battling with our species for limited resources. And the unmitigated burning of fossil fuels has now created a blanket of carbon dioxide around the world, which is slowly but surely increasing the average global temperature. So human beings എക്സിസ്റ്റൻസ് വന്നതോടുകൂടി ഭൂമിയുടെ എല്ലാ ബാലൻസും നശിച്ചു തുടങ്ങി. നമ്മളുടെ ആവശ്യപ്രകാരം ഭൂമിയിൽ മൊത്തം നമ്മളുടെ വില്ലേജസ്, ടൗൺസ്, സിറ്റീസ് ആൻഡ് മെഗാ സിറ്റീസ് കെട്ടിത്തുടങ്ങി. അതുപോലെ തന്നെ ഉള്ള റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടി പരസ്പരം ബാറ്റ്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യർ തമ്മിൽ മാത്രമല്ല, മനുഷ്യരും അതർ സ്പീഷീസും തമ്മിലും ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൾസ് and all sorts of waste, plastic, everything is creating a huge blanket of carbon dioxide, which is surely leading the temperature to increase. Okay, now climate change is one of the most hotly contested environmental debates of our time. അപ്പം നമുക്കറിയാം, നമ്മൾ എപ്പോഴും ക്ലൈമറ്റിക് ചേഞ്ച്, ഓസോൺ പാളിയിലെ ദ്വാരം, ഇതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിലെ ഐസ്ബർഗ്സൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഉഷ്ണം കാരണം, ടെമ്പറേച്ചർ കാരണമാണ്. അങ്ങനെയാകുമ്പം കടൽ കൂടും, ഭൂമി കടലിൻ്റെ അടിയിലാകും. അങ്ങനെ പല രീതിയിലുള്ള ഡിബേറ്റ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിൽ ദ വെസ്റ്റ് അന്റാർട്ടിക് ഐസ് ഷീറ്റ് മെൽറ്റ് എൻറ്റയർലി? വിൽ ദ ഗൾഫ് സ്ട്രീം ഓഷ്യൻ കറന്റ് ബി ഡിസ്റപ്റ്റഡ്? അപ്പം ഈ അന്റാർട്ടിക്കയിലുള്ള ഐസ് ഷീറ്റ് മെൽറ്റ് ആകുമ്പം നമ്മുടെ നോർമൽ ഗൾഫ് സ്ട്രീംസ്, അതായത് സാധാരണഗതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ട്രീംസൊക്കെ, അതിൻ്റെയൊക്കെ ആ ഒരു നാച്ചുറൽ ഫ്ലോ ഡിസ്റപ്റ്റ് ആകുമോ? വിൽ ഇറ്റ് ബി ദി എൻഡ് ഓഫ് ദി വേൾഡ് ആസ് വി നോ ഇറ്റ്? അപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഭൂമി മൊത്തം ഇനിയും കടലിൻ്റെ കീഴിലായി അങ്ങനെ ഭൂമി ഇല്ലാണ്ടാവും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നാണ് റൈറ്റർ ചോദിക്കുന്നത്. മേ ബി നോട്ട്. അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇതർ വേ എന്തായാലും അന്റാർട്ടിക്ക ഈസ് എ ക്രൂഷ്യൽ എലിമെൻറ്റ് ഇൻ ദിസ് ഡിബേറ്റ്. അന്റാർട്ടിക്ക ഇതിൻ്റെ ഒരു മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ മെയിൻ വിഷയമാണ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ദ ഓൺലി പ്ലേസ് ഇൻ ദ വേൾഡ് which has never sustained a human population and therefore remains relatively pristine in this respect, but more importantly because it holds in its ice cores 500,000-year-old carbon records trapped in its layer of ice. If we want to study and examine the Earth's past, present and future, Antarctica is the place to go. So Antarctica പോയാൽ മാത്രമാണ് നമുക്ക് ശരിക്കുള്ള ഒരു സ്റ്റഡി നടത്താൻ പറ്റുക. കാരണം ഇവിടെ ഒരിക്കലും ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം റിലേറ്റീവ്ലി വളരെ പരിശുദ്ധമായിട്ടുള്ളതാണ്, പരിശുദ്ധമായിട്ടുള്ളതാണ്. ഇവിടം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഈ ഐസ് പാളികൾ 500,000-year-old കാർബൺ റെക്കോർഡ്സിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈൻ. അതുകൊണ്ട് ഇഫ് വി വോണ്ട് ടു സ്റ്റഡി ആൻഡ് എക്സാമിൻ ദി എർത്ത്സ് പാസ്റ്റ്, എർത്തിൻ്റെ പാസ്റ്റിനെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ തന്നെ വരണം. കാരണം ഇവിടെ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഫസ്റ്റ് യു റീഡ് എന്നുള്ള അവിടെ പറഞ്ഞിരിക്കുന്ന ആ സെയിം സെൻറ്റൻസസ് ആണ് ഇവിടെ നമുക്ക് എൻഡിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. Students on ICE, the program I was working with on the Shokolsky aims to do exactly this by taking high school students to the ends of the world and providing them with inspiring educational opportunities which will help them foster a new understanding and respect for our planet. It's been in operation for 6 years now, headed by Canadian Geoff Green, who got tired of carting celebrities and retired rich curiosity seekers who could only give back in a limited way. With students on ICE, he offers the future generation of policymakers a life-changing experience at an age when they are ready to absorb, learn and most importantly act. So ഇവിടെ നമ്മുടെ റൈറ്റർ തിഷാനി ദോഷി
she was working on a program called Students on Ice, where she was planning to take high school students to the end of the world, that is to Antarctica. And the program was actually started by a Canadian person named Geoff Green, who actually had taken people to Antarctica before also, but then those people were celebrities and retired rich curiosity seekers. അവരുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമാണ് അന്റാർട്ടിക്കയിൽ പോകണം, അവരുടെ കയ്യിൽ കാശുണ്ട് അപ്പോൾ അതൊക്കെ സ്പെൻഡ് ചെയ്ത് അന്റാർട്ടിക്കയിൽ പോയി കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രം കുറച്ച് സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കനേഡിയൻ ആയ ജോഫ് ഗ്രീൻ. പക്ഷേ ആൾക്കതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ആൾക്ക് വേണ്ടിയിരുന്നത് യങ് സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുപോയിട്ട് ശരിക്കും നമ്മൾ ഈ പറയുന്നത് വെറുതെ അല്ല, ഈ ഐസ് ബർഗ്സൊക്കെ മെൽറ്റ് ചെയ്യുകയാണ്. അത് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിക്ക് വളരെയധികം അപകടങ്ങൾ വരും എന്നുള്ളത് ആ കുട്ടികളെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിക്കണം എന്നാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് താല്പര്യമുള്ളത്. കാരണം ഈ ജനറേഷൻ ഇപ്പോൾ അതറിഞ്ഞാൽ അവർ നാളത്തെ സിറ്റിസൻസാണ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് നേരിട്ട് കണ്ട് അറിയുമ്പോൾ മാത്രമാണ് അവരുടെ ലൈഫിൽ അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് അവർക്ക് തോന്നുകയുള്ളൂ. അവരവരുടെ എക്സ്പീരിയൻസിലൂടെ മറ്റുള്ളവർക്ക് നേരെ വഴി കാട്ടിക്കൊടുക്കും. So he feels that there will be a great change if the high school students are taken for such a trip rather than taking the rich people. The reason the program has been so successful is because it's impossible to go anywhere near the South Pole and not be affected by it. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത്ര സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ, എത്ര ഹൃദയമില്ലാത്ത അല്ലെങ്കിൽ എത്ര ഒരു ബോധമില്ലാത്ത ആളും ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ സ്ഥിതി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകും, മനസ്സ് മാറിപ്പോകും, നമുക്ക് മാനസാന്തരം വരും എന്നുള്ളതാണ് റൈറ്റിൻ്റെ വിശ്വാസം. Okay, it's easy to be blase about polar ice caps melting while sitting in the comfort zone of our respective latitude and longitude. But when you can visibly see glaciers retreating and ice shelves collapsing, you begin to realize that the threat of global warming is very real. So അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ കംഫേർട്ട് സോണിൽ ഇരുന്നിട്ട് ഐസ് പാളി ഉരുകുന്നുണ്ട് അല്ലെങ്കിൽ ഓസോൺ ലെയറിൽ വിള്ളൽ വീഴുന്നുണ്ട് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ വന്ന് അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഓരോ ഐസ് ഷെൽഫ്സും കൊലാപ്സായിട്ട് മെൽറ്റായി വീഴുന്ന കാണുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കും ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭീഷണി തന്നെയാണ് നമ്മളുടെ ഈ പ്ലാനറ്റിന്. Antarctica, because of a simple ecosystem and lack of biodiversity, is a perfect place to study how little changes in the environment can have big repercussions. അതായത് അന്റാർട്ടിക്കയിൽ അധികം പോപ്പുലേഷനോ അല്ലെങ്കിൽ അധികം ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും പഴയ പോലത്തെ തന്നെ രീതിയിലുള്ള എക്കോസിസ്റ്റം ആയതുകൊണ്ട് ചെറിയ ഒരു ചേഞ്ച് എന്തുമാത്രം ഡിഫറൻസ് ആ ഒരു പ്ലേസിന് വരുത്തും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പഠനം നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. കാരണം അവിടെ എപ്പോഴും ഇക്കോസിസ്റ്റം വളരെ സിമ്പിളാണ്, ബയോഡൈവേഴ്സിറ്റി അധികം ഇല്ല. Take the microscopic phytoplankton, those grasses of the sea that nourish and sustain the entire Southern Ocean's food chain. These single-celled plants use the sun's energy to assimilate carbon and synthesize organic compounds in that wondrous and most important of process called photosynthesis. Scientists warn that a further depletion in the ozone layer will affect the activities of phytoplankton, which in turn will affect the lives of all the marine animals and birds of the region and the global carbon cycle. In the parable of the phytoplankton, there is a great metaphor for existence. Take care of the small things and the big things will fall into place. മൈക്രോസ്കോപ്പിക് ഫൈറ്റോപ്ലാങ്ക്ടോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ മാത്രം വെച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന അത്ര ചെറുതായിട്ടുള്ള ആ ഗ്രാസ് വിച്ച് ആർ ഫൗണ്ട് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഓഷ്യൻ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫുഡ് ചെയിൻ ഓഫ് ദി അക്വാറ്റിക് animals, is getting
depleted. Why? Because of the increasing heat. Okay, ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിന് നമ്മളുടെ എക്സസീവ് ടെമ്പറേച്ചർ കാരണം നമ്മുടെ ഓസോൺ ലെയറിലുള്ള ആ ഒരു ഹോള് കാരണം ഉഷ്ണം കൂടുന്നതുകൊണ്ട് ഇവരുടെ ഈ നാച്ചുറൽ പ്രോസസ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ഒക്കെ തടസ്സപ്പെടുന്നു. സയൻറ്റിസ്റ്റ് വാൺ ചെയ്യുകയാണ്, ഇങ്ങനെ ഓസോൺ ലെയറിൽ കൂടുതൽ നാശനഷ്ടം സംഭവിക്കും തോറും ഈ കുഞ്ഞു ജീവജാലങ്ങൾക്കും ഈ കുഞ്ഞു പ്രോസസ്സും എല്ലാം അഫക്റ്റായി ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ മെറൈൻ ആനിമൽസ് തന്നെ ഇല്ലാണ്ടാവും, ബേർഡ്സ് ഇല്ലാണ്ടാവും, ഫൈനലി ആരില്ലാണ്ടാവും? നമ്മൾ ഓരോ മനുഷ്യരും ഇല്ലാണ്ടാവും. ബിക്കോസ് വി ഓൾ ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഓക്കെ, സോ there is a great metaphor for existence. There is a comparison for existence. If you take care of small things like this, okay, then the big things will fall in places. കുഞ്ഞു ജീവജാലങ്ങളെ നമ്മൾ സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയിക്കോളും. Now the writer is talking about walk on the ocean. My Antarctic experience was full of such epiphanies, but the best occurred just short of the Antarctic Circle at 65.55 degrees south. The Shukalski had managed to wedge herself into a thick white stretch of ice between the peninsula and Tadpole Island, which was preventing us from going any further. The captain decided we were going to turn around and head back north, but before we did, we were all instructed to climb down the gangplank and walk on the ocean. So we were all 52 of us kitted out in Gore-Tex and glares, walking on the stark whiteness that seemed to spread out forever. So അന്റാർട്ടിക്കിലോട്ട് പോകാമെന്നുള്ള ഒരു എക്സ്പീരിയൻസും അവിടുന്ന് വരുന്ന എക്സ്പീരിയൻസും അതിൻ്റെ ഇടയിൽ പല രീതിയിലുള്ള വിചിത്രമായ അനുഭവങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റൈറ്റർ പറയുന്നത്. അതിൽ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ യാത്രാ കപ്പൽ നമ്മളുടെ ഐസ്ബർഗിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി ഒരു പ്രാവശ്യം. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തിരിച്ചു പോകണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ യാത്രക്കാരോടെല്ലാവരും താഴെ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും അവരുടെ ബാക്ക് പാക്കൊക്കെ എടുത്ത് ക്യാപ്റ്റൻ പറഞ്ഞനുസരിച്ച് താഴെ ഇറങ്ങിയിട്ട് അവർ നടന്നത് എന്തിൻ്റെ മുകളിലാണ്? ഓഷ്യൻ്റെ മുകളിലാണ്. ഓഷ്യനിൽ ഐസ് ഫോം ചെയ്തിരുന്നുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ അവർ നടന്നു. അതിനാണ് ഈ വാക്ക് ഓൺ ദി ഓഷ്യൻ എന്നുള്ള ഒരു സബ് ഹെഡിങ് റൈറ്റർ കൊടുത്തേക്കുന്നത്. ഓക്കെ, underneath our feet was a meter thick ice pack, and underneath that 180 meters of living, breathing salt water. In the periphery, creviter seals were stretching and sunning themselves on the ice floes, much like stray dogs will do under the shade of a banyan tree. It was nothing short of a revelation. Everything does indeed connect. So അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിച്ചെന്താ, ഞാൻ ഈ നടക്കുന്നത് 1 മീറ്റർ തിക്നെസ് ഉള്ള ഐസിന് മുകളിലൂടെയാണ്. അതിൻ്റെ അടിയിൽ 180 മീറ്റർ താഴ്ചയിലോട്ട് പോയാൽ അവിടെ ഒരു അക്വാട്ടിക് ലൈഫ് ഉണ്ട്, ബ്രീത്തിങ് ഉണ്ട്, സോൾട്ട് വാട്ടർ ഉണ്ട്. ഓക്കെ, ആൻഡ് അവിടെ പല സ്ഥലങ്ങളിലും ഗ്രൂപ്പായിട്ട് നമ്മളുടെ സ്ട്രേ ഡോഗ്സൊക്കെ നാട്ടിൽ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുന്ന പോലെ തന്നെ അവിടുത്തെ ആനിമൽസ്, സീൽസ് ഒക്കെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഐസ് പാക്സിൻ്റെ മുകളിൽ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് റെവല്യൂഷൻ ഉണ്ടാവുന്നത്. എവറിത്തിങ് ഡസ് ഇൻഡീഡ് കണക്ട്. എല്ലായിടത്തും ഒരേപോലെയാണ്. ആനിമൽസ് വെയിൽ കൊള്ളുന്ന കണ്ടപ്പോൾ നമ്മുടെ റൈറ്ററിന് ഓർമ്മ വന്നത് നമ്മളുടെ നാട്ടിൽ സ്ട്രേ ഡോഗ്സൊക്കെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡിൽ പോയി കിടക്കുന്നതാണ്. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്നുള്ളൊരു ഫീല് റൈറ്ററിന് വരുന്നു. 9 time zones, 6 checkpoints, 3 bodies of water, and many ecospheres later, I was still wondering about the beauty of balance in play on our planet. How would it be if Antarctica were to become the warm place that it once used to be? Will we be around to see it? Or would we have gone the way of the dinosaurs, mammoths, and woolly rhinos? Who's to say?
But after spending 2 weeks with a bunch of teenagers who still have the idealism to save the world, all I can say is that a lot can happen in a million years, but what a difference a day makes. സോ വീണ്ടും ഈ 9 ടൈം സോൺസും 6 ചെക്ക് പോയിൻറ്റ്സും 3 വാട്ടർ ബോഡീസും ഒക്കെ താണ്ടി കുറേ എക്കോസ്ഫിയേഴ്സ് ഒക്കെ താണ്ടി തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഷീ വാസ് സ്റ്റിൽ വണ്ടറിങ് അബൌട്ട് ദ ബ്യൂട്ടി ദാറ്റ് ഷീ സോ ഇൻ അന്റാർട്ടിക്ക, ഓക്കെ, ആൻഡ് ദ ബ്യൂട്ടി ദാറ്റ് ഈസ് സീൻ അറൗണ്ട് ഇൻ ദ പ്ലാനറ്റ് എർത്ത്. ഇനിയും എങ്ങാനും അന്റാർട്ടിക്ക പഴയ പോലെ തന്നെ വാം പ്ലേസായി മാറുമോ? അങ്ങനെ ആകുമ്പോൾ ഡിനോസേഴ്സൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയ പോലെ, മാമൂത്സും വൂളി റൈനോസും ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയ പോലെ നമ്മൾ മനുഷ്യരും എക്സ്റ്റിങ്ക്റ്റ് ആകുമോ? അതൊരു ക്വസ്റ്റ്യനാണ്. ആർക്കതിൻ്റെ ഉത്തരം പറയാൻ പറ്റും? ഹൂ ക്യാൻ സേ ദാറ്റ്? പക്ഷേ 2 ആഴ്ച അന്റാർട്ടിക്കയിൽ കുറച്ച് ചെറുപ്പം പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ മനസ്സിലൊക്കെ ഈ ലോകത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് റൈറ്റർ സമ്മതിക്കുന്നത്. പക്ഷേ all I can say is that a lot can happen in a million years. മില്യൺ ഇയേഴ്സിൽ എന്തും സംഭവിക്കാം, പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. വാട്ട് എ ഡിഫറൻസ് എ ഡേ മേക്സ്. ഒരു ദിവസം കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ 2 ആഴ്ച കുട്ടികളുടെ കൂടെ പോയി തങ്ങിയപ്പോൾ ആ 15 ഡേയ്സിൽ പല മാറ്റങ്ങളും അവിടെ പോയ ഈ കുട്ടികളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. Okay, so this is the explanation as you required, and if you have understood the whole lesson to some extent, you can answer the questions that are asked on the basis of it. Okay, so I hope it's helpful. See you with another video. Share, like and subscribe. Thank you.